അപ്പൊ നമ്മുടെ CSEB എക്സാമിന് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് എന്ത് ബോട്ട്മാസ് എന്ന് പറയുന്നത്. മാത്സിനകത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ബോട്ട്മാസ് എന്ന സംഭവം നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ CSEB എക്സാംസ് ഇങ്ങനെ തുരുതുരാന്ന് വന്നോണ്ടിരിക്കാല്ലേ. ഇഷ്ടം പോലെ എക്സാംസ് നമുക്കുണ്ട് അല്ലെ. ഈ എല്ലാ എക്സാംസിനും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എന്ത് ചെയ്യാം, നല്ലൊരു ബാങ്കിൽ നല്ലൊരു ജോലി ചെയ്യണം. എന്താണ് CSEയിൽ നിന്നും ബാങ്കിലേക്ക് നിങ്ങൾക്ക് നേരെ കയറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CSEB ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനെ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന നമ്പറിൽ എന്താണ് 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നിന് അയച്ചോ, എന്താണ് 8921440580. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ CSEയിലെ ഏറ്റവും പുതിയ CSEB ബാച്ചിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക്, ഒപ്പം തന്നെ കോഴ്സിൽ ചേരാനുള്ള ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി മെന്റർഷിപ്പോടെ പഠിച്ച എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബോട്ട്മാസ് പഠിക്കാം. അപ്പോ നമ്മുടെ ബോട്ട്മാസ് എന്ന് പറയുമ്പോൾ അത്ര മാസ് പരിപാടി ഒന്നും, വളരെ ചെറിയ സാധനമാണ്, സിമ്പിൾ ആണ് എന്ന് പറയാം. എന്താണ് ബോട്ട്മാസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഓപ്പറേഷൻസ് നമുക്ക് ഒന്നിച്ച ഒരു കണക്കിൽ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ബോട്ട്മാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബോട്ട്മാസ്, നമുക്ക് വിശദമായിട്ട് നോക്കാം. ബോട്ട്മാസ് ഞാൻ എഴുതുന്നത് BODMAS. ഈ ഓരോ ലെറ്ററും ഓരോ സാധനത്തെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, O എന്ന് പറഞ്ഞാൽ ഓർഡർ, അതായത് എന്താണ് സ്ക്വയർ, പിന്നെന്താണ് റൂട്ട് എന്ന് പറയുന്നവയൊക്കെയാണ് ഈ ഓർഡറിൽ വരുന്നത്. ഇനി ഡി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫസ്റ്റത്തെ ഓപ്പറേഷൻ എന്താണ്, ഡിവിഷൻ. എം എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുമ്പോൾ നമ്മുടെ അഡീഷൻ ആണ്, ആഡ്. എസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സബ്ട്രാക്ഷൻ ആണ്. കുറെ പിള്ളേർ എന്ത് ചെയ്യുന്നറിയോ, ഈ പറഞ്ഞ സബ്ട്രാക്ഷന് പകരം എന്ത് പറയും, സബ്സ്ട്രാക്ഷൻ എന്ന് പറയും. ശ്രദ്ധിക്കണം, സബ്സ്ട്രാക്ഷൻ അല്ല, സബ്ട്രാക്ഷൻ ആണ്. ബി കഴിഞ്ഞിട്ട് എസ് ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്രിയകൾ വന്നാൽ ഈ പറഞ്ഞ ഓർഡറിൽ കൃത്യമായി ചെയ്യണമെന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്നത്. എന്താണ്, ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യണം. എന്നിട്ട് ഓർഡർ അല്ലെങ്കിൽ പവറുകൾ, സ്ക്വയർ എങ്കിൽ സ്ക്വയർ, റൂട്ട് എങ്കിൽ റൂട്ട്, ക്യൂബ് എങ്കിൽ ക്യൂബ്, റേസ് ടു 10 ആണെങ്കിൽ റേസ് ടു 10, അവയൊക്കെ ചെയ്യണം. എന്നിട്ട് എവിടേക്ക് ഇറങ്ങണം, ഡിവിഷനിലേക്ക് ഇറങ്ങണം. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അത് കുറയ്ക്കൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു ഓർഡറിൽ ചെയ്യുമ്പോഴാണ് എന്ത്, നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടുക എന്നതാണെന്ത് നമ്മൾ ബോട്ട്മാസ് റൂളിൽ പഠിക്കുന്ന കാര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം അല്ലെ. ഓരോ ചോദ്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എല്ലാ ചോദ്യത്തിനും ആൻസർ വേഗം കിട്ടും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 48 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 4 പ്ലസ് 8 ഈക്വൽ ടു ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിക്കോ, എന്താണ് 48 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 4 പ്ലസ് 8 ഈക്വൽ ടു ഡാഷ്. സംഭവം എന്താ പറയുന്നേ, എളുപ്പമാണ്. എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ, ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ആണ്. ഈ ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടോ, ഇല്ല. ഇനി രണ്ടാമത്തേതാണ് ഓർഡർ ആണ്, ഓർഡർ ആണ്, അതായത് പവർ അല്ലെങ്കിൽ റൂട്ട്, അങ്ങനത്തെ എന്തെങ്കിലും സാധനം ക്വസ്റ്റ്യൻ ഉണ്ടോ, അതുമില്ല. തേർഡ് വൺ എന്താണ്, ഡിവിഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഡിവിഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ചെയ്തോ. ഡിവിഷൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ഇവിടെ 48 ഡിവൈഡഡ് ബൈ 6 ആണ്. എന്താണ് 48 ഡിവൈഡഡ് ബൈ 6 എത്ര വരും, 48 ഡിവൈഡ് ബൈ 6, 48 ഡിവൈഡ് ബൈ 6 വരിക എന്താണ്, 8 ആണ് അല്ലെ. 8 ഇൻറ്റു 6 അല്ലേ 48. 48 ഡിവൈഡ് ബൈ 6 8. ഫസ്റ്റത്തെ ക്രിയ കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ 48 ഡിവൈഡ് ബൈ 6 ചെയ്ത ശേഷമുള്ള ഉത്തരം എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക, 8 ഇൻറ്റു 4 പ്ലസ് 8. ഇനി ഇവിടെ ആദ്യം എന്ത് ചെയ്യാൻ നോക്കാണ്, ഇവിടെ ആദ്യം ചെയ്യുക എന്താണ്, ഡിവിഷൻ കഴിഞ്ഞു. ഡിവിഷൻ കഴിഞ്ഞ അടുത്തത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്ത് വരും, 32 പ്ലസ് 8 എന്ന് വരും. എത്ര വരിക, 32 പ്ലസ് 8 എന്നാ വരിക. 32 പ്ലസ് 8 എത്രയാണ്, 32 പ്ലസ് 8 വരിക 40 ആണ് അല്ലെ.
40 എന്ത് വരിക ആൻസർ വരിക. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. അപ്പോൾ വളരെ എളുപ്പമല്ല ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യണം കേട്ടോ. നോക്കിക്കോ, തനിയെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോ. 40 ആൻസർ വന്നു. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ചോദ്യം എന്താണ്? സെയിം മെത്തേഡ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. നോക്കിയേ, എല്ലാ ഓപ്പറേഷൻസും ഉണ്ട്. തനിയെ ചെയ്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന്. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ. വേഗം ചെയ്തോട്ടോ. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് പറയാം. ഇതാണ് ട്രിക്ക്. എന്താണ്? പ്ലസും മൈനസും മാത്രം അവസാനം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. എന്താ പറയുന്നേ? പ്ലസും മൈനസും മാത്രമാണ് അവസാനം കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. ഇന്ന ഓർഡറിൽ ചെയ്യണമെന്നില്ല. പ്ലസിനും മൈനസിനും മാത്രമുള്ള ഉപകാരം കേട്ടോ അത്. നമുക്ക് വേറെ ഒന്നിനും ഈ ഉപകാരമില്ല. പ്ലസും മൈനസും വന്നാൽ അവസാനം എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്താൽ മതി. ഉത്തരം സെയിം തന്നെ കിട്ടും. കേട്ടല്ലോ? അതായത് നോക്കിയപ്പോ ഇങ്ങനെ 7 - 2 + 1 എന്ന് വന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൈനസ് ചെയ്യണോ? ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്താണ് 7 - 2 5, 5 + 1 6 വരും. 6 എന്താ കിട്ടുക? ഉത്തരം കിട്ടും. ഇനി മറ്റേ പേര് വെച്ചോ, ഫസ്റ്റ് പ്ലസ് ചെയ്തിട്ട് പിന്നെ മൈനസ് ചെയ്താൽ -2 + 1 എന്ത് വരും? 7 - 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? 6 തന്നെ കിട്ടി. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ പ്ലസും മൈനസും മാത്രം അവസാനം ഒലിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണക്ക് ചെയ്താൽ മതി. ഒരു ടെൻഷനും അവിടെ എന്ത് വരുന്നില്ല, നമുക്ക് വരുന്നില്ല. അപ്പൊ നോക്ക, നമ്മുടെ ഈ ചോദ്യം എന്താണ്? 72 - 18 / 3 × 4 എന്നാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ക്രിയ? എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ക്രിയ? ഡിവിഷൻ ആണ് അല്ലെ? നോക്കിയേ, 18 / 3 ഉണ്ട്. എത്രയാണ്? 6 വരും. അപ്പൊ എന്ത് എഴുതാം? 72 - 6 × 4 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ? ഗുണിക്കണം. ഗുണിക്കണ്ടേ? ഗുണിക്കണം. അപ്പൊ നോക്കുക, 6 × 4 എത്രയാണ്? 24. അപ്പൊ 72 - 24 വരും. എത്ര കിട്ടുക? 72 - 24 72 - 24. ഫസ്റ്റ് എന്ത് ചെയ്യുക? 72 - 20 എത്ര കിട്ടും? 52. 52 - 4 എത്ര കിട്ടും? എത്ര കിട്ടും? 48 കിട്ടും. ആൻസർ എന്താ വരിക? 48 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണെന്ന് വരിക. ആൻസർ വരിക വിച്ച് ഈസ് 48. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമല്ലേ? അങ്ങനെയാണ് നോക്കിക്കോ. ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 48 ആണ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്തുണ്ട്? 2 ബ്രാക്കറ്റ് ഉണ്ട്. എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചു എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം? ബി ഫോർ ബോൾ അല്ല, ബി ഫോർ ബ്രാക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള 2 സാധനങ്ങൾ ചെയ്തോ, എന്നിട്ട് അടുക്കള ഇൻറ്റു ചെയ്താൽ മതി. ബ്രാക്കറ്റിലുള്ള 2 സാധനങ്ങൾ അടുപ്പിച്ച് ഫസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഫസ്റ്റ് നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്യുക. എന്ത് വരും? 10 + 15 + 5 എത്ര വരും? 20 വരും. ഇനി ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം എഴുതുക. എത്രയാണ്? ഇൻറ്റു ആണ്. അതിനുശേഷം 12 / 3 എത്രയാണ്? 4 ആണ്. 4 എഴുതുക. 20 × 4 ഡയറക്റ്റ് എന്ത് വരും? 80 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. എന്താണ്? 80 ആണെന്ന് വരിക. ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ആൻസർ എന്താ വന്നേ? ഓപ്ഷൻ സി ആണ്. എന്താണ് വന്നേ? 80 ആണെന്ന് വന്നത്. ആൻസർ വന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കി, എന്താണ്? 100 - ബ്രാക്കറ്റിനുള്ളിൽ വേറെ ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്? 2 ഓപ്പറേഷനും. എന്റെ അമ്മേ, ഇപ്പൊ എന്താ ചെയ്യാ അല്ലെ? എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ആണ്. ഓക്കെ സാറേ, പക്ഷെ ബ്രാക്കറ്റിനുള്ളിൽ 2 ഓപ്പറേഷൻ തന്നെ എന്ത് ചെയ്യും? അവിടെ വേണ്ടി നിങ്ങൾ ബോർഡ് ക്ലാസ് അപ്ലൈ ചെയ്യുക. അത്ര ചെയ്താൽ മതി. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നോക്കിയേ, നമ്മൾ രണ്ടാമത്തെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എത്ര ഓപ്പറേഷൻ ഉണ്ട്? 2 ഓപ്പറേഷൻ. എന്തൊക്കെയാണ്? 30 / 5 × 2. ഇത്ര ഓപ്പറേഷൻ അവിടെ വരുന്നേ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ ബോർഡ് മാസ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഓപ്പറേഷൻ ഏതാ? ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ ചെയ്യട്ടെ. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. എന്ത് വരും? 6 എന്ന് വരും. 6 × 2 എത്ര വരും? 12 വരും. അപ്പൊ എന്തായി? ബ്രാക്കറ്റിന്റെ ഉള്ള നമ്പറുകൾ ചെറുതായി 12 ആയി. നമ്മൾ ചോദ്യം എന്താണ്? നമുക്കൊന്ന് ചുരുക്കി എഴുതാം. എന്ത് വരും? 100 - 20 + 12 എന്ന് വരും. അപ്പോ എത്ര വരിക? 100
മൈനസ് 32 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 68 എന്ന് വരും. ആൻസർ വരും. ഓപ്ഷൻ ഏതാണ്? 68 എന്നത് ഓപ്ഷൻ എ ആണ്. എത്രയാണ്? 68 ആണെന്ന് വന്നേ. നമുക്ക് നമ്മുടെ ആൻസർ വന്നേ. ക്ലിയർ അല്ലേ? 68 ആണെന്ന് വന്നത് ആൻസർ വന്നത് വിച്ച് ഈസ് ഓപ്ഷൻ എ. അല്ലേ? കറക്റ്റ് അല്ലേ? എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ രസമുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോ. 5 സ്ക്വയർ പ്ലസ് 36 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 2 എന്നാ വരുന്ന ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ പഠിച്ചു എന്താണ്? ബോട്ട് മാസിൽ ബി ബ്രാക്കറ്റ് ആണെന്ന് പഠിച്ചു. ഓ എന്താണ്? ഓ എന്താണ്? ഓ എന്ന് പറയുന്നത് ഓർഡർ ആണ്. അതായത് സ്ക്വയർ, ക്യൂബ്, റൂട്ട്, റേസ്റ്റ് 4, റേസ്റ്റ് 10 അതൊക്കെ അല്ലേ വരുന്നേ. ഇവിടെ നോക്കിയേ, ഇവിടെ ആരുണ്ട്? നമ്മുടെ ചേട്ടായി 5 സ്ക്വയർ കിടപ്പുണ്ട്. 5 സ്ക്വയർ ഫസ്റ്റ് ചെയ്യണ്ടേ? ഫസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് 5 സ്ക്വയർ ചെയ്യുക. 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. പ്ലസ് അതിനുശേഷം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം അല്ലേ? നോക്കിയേ, 36 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 6 വരും. ഇൻറ്റു 2. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുക 6 ഇൻറ്റു 2 ആണ്. അപ്പൊ 25 പ്ലസ് 12 വരും. ആൻസർ എന്താ വരിക? 37 എന്ന് എന്ത് വരും? ആൻസർ വരും. എത്രയാണ്? 37 എന്ന ആൻസർ വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. 37 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ആൻസർ നോക്കാം. എന്താണ്? ഓപ്ഷൻ ബി 37 ആണ്. ഫസ്റ്റ് എന്ത് ചെയ്തു? 5 സ്ക്വയർ ചെയ്തു, അതിനുശേഷം ഡിവിഷൻ ചെയ്തു, ആ 6 ഇൻറ്റു 2 ചെയ്തു, ലാസ്റ്റ് 25 പ്ലസ് 12 ചെയ്തപ്പോ എന്ത് കിട്ടി? 37 എന്നത് കിട്ടി. നമുക്ക് ആൻസർ കിട്ടി. എളുപ്പമല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും ബോട്ട് മാസ് ചിന്തിക്കുക. ഫസ്റ്റ് എന്താ കിടക്കുന്നേ? ബി എന്താണ്? ബ്രാക്കറ്റ് ആണ്. 6 ഇൻറ്റു 4 ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. കറക്റ്റ് അല്ലേ? 6 ഇൻറ്റു 4 എങ്ങനെ കിടക്കുന്നേ? ബ്രാക്കറ്റിലാണ് കിടക്കുന്നേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 144 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 എത്രയാണ്? 6 ഇൻറ്റു 4 വരിക 24. അടുത്ത എന്താണ്? പ്ലസ് 18. യെസ്. ഇനി എന്ത് ചെയ്യാം? ഇത് നമുക്കറിയാം എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ്? ഡിവിഷൻ ആണ്. നേരത്തെ പോലെ സെൻഡ് ചെയ്യുക. എന്താണ്? 144 ഡിവൈഡ് ബൈ 24 എത്ര വരും? 6 എന്ന ആൻസർ കിട്ടും. എത്രയാണ്? 6 എന്ന് കിട്ടും. പ്ലസ് 18. 6 പ്ലസ് 18 എത്രയാണ്? 6 പ്ലസ് 18 എത്രയാണ്? ഓപ്ഷൻ സി 24 ആണ്. ഈസി അല്ലേ? വളരെ എളുപ്പമാണ്. അപ്പൊ എന്താ ആൻസർ കിട്ടുക? ഓപ്ഷൻ സി ആണ് കിട്ടുക. 24 ആണ് എന്ത് വരിക? നമ്മുടെ ആൻസർ വരിക. അത് നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 6 ഇൻറ്റു 4 ചെയ്തു. ആ 24 വെച്ച് നമ്മൾ എന്ത് ചെയ്തു? 144 ഡിവൈഡ് ചെയ്തു. അപ്പൊ കിട്ടിയ 6 വെച്ച് നമ്മൾ എന്ത് ചെയ്തു? 18 ആഡ് ചെയ്തു. അങ്ങനെ ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ സി 24 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ MCQ 7. വേഗാവട്ടെ, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ MCQ 7 എന്തെഴുതണം? MCQ 7 ഈസ് എന്നിട്ട് എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. എന്താണ്? MCQ 7 ഈസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ ചെയ്യണം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ 10 വരെ ഉണ്ട്. വേഗമായിട്ട് ആൻസർ ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ നിങ്ങൾ വീഡിയോ കുറച്ച് പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി ട്രൈ ചെയ്യുക. കുഴപ്പമില്ല. 10 വരെ ടൈമർ കഴിഞ്ഞു. പോട്ടെ, സാരമില്ല. 10 വരെ ടൈമർ പോട്ടെ എന്ന് വെക്കേ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. എന്താ? ഇപ്പൊ MCQ 7 നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്ന വിശ്വസിക്കുകയാണ്. MCQ 8 കാണിക്കട്ടെ? കാണിക്കാൻ പോണേ കേട്ടോ. 3 2 1. ദാ നമ്മുടെ MCQ 8 വന്നു. MCQ 8 നോക്കിയേ. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട്. ചെയ്യ്. ഇതാണെന്ത് നിങ്ങളുടെ അടുത്ത ചാലഞ്ച്. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്? MCQ 8 ഡാഷ് ആൻസർ ഏതാണ് ഓപ്ഷൻ എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണെന്ത് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ള സെക്ഷൻസ്. എന്താണ്? ബോട്ട് മാസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സെക്ഷൻസ് ആണ്. ഇത് ലാസ്റ്റ് MCQ ആണ്, ലാസ്റ്റ് ഹോംവർക്ക് ആണ്.
നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടല്ലോ. കമന്റ് ചെയ്യില്ല എല്ലാവരും കമന്റ് ചെയ്യുക, എത്രയും വേഗം കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കമന്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് അവരൊക്കെ ഇത് പഠിക്കത്തുള്ളൂ. അവരുടെ നിങ്ങൾ ആളാവണ്ടേ വോട്ട് മാസ് പഠിച്ചു എന്ന്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാ പഠിച്ചെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ ചെറിയൊരു കാര്യം പറയാൻ പോണേ. CSEBയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എത്രയും വേഗം പഠിച്ചെടുക്കണം, ഒട്ടും സമയം കണ്ടത് വേഗം ചടപടെ ഇപ്പൊ തന്നെ പഠിച്ചെടുക്കണം. മാത്സ് മാത്രമല്ല, GK ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഹിസ്റ്ററി ആയാലും എല്ലാം നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ബാങ്കിങ് റിലേറ്റഡ് എല്ലാ ടോപ്പിക്സും നമുക്ക് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഏറ്റവും സൂപ്പർ ആയിട്ട് പഠിച്ചത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, CSEB എക്സാം അങ്ങോട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് കാർഡിൽ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, നമ്മൾ 3 മന്ത് ബാച്ചിന് എത്ര പെട്ടെന്ന് തുടങ്ങാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഒന്നുകൂടി ഞങ്ങൾ നോട്ട് ചെയ്യണം. എന്താണ് 8921440580 എന്ന നമ്പറിൽ എത്ര വേഗം കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ട് നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അവനകത്ത് എല്ലാം പഠിക്കുക, പറയുക എന്താണ് ഇത് കണ്ടാണ് ഞങ്ങൾ വോട്ട് മാസ് പഠിച്ചത് നിങ്ങൾ പറയണം. അപ്പൊ അത്ര അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വോട്ട് മാസ് പഠിക്കുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, it's me, Manu, signing off. Bye.